ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എല്ലാം IEC 62305 സ്റ്റാൻഡേർഡായിട്ടൊക്കെ ബന്ധപ്പെട്ട ആ രീതിയും ISO സ്റ്റാൻഡേർഡും കൂടി ഇടകലർന്ന് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിന്നൽ ഇവിടെ വന്ന് അടിച്ചില്ലെങ്കിലും, അടുത്തുള്ള എവിടെയെങ്കിലും അടിച്ചില്ലെങ്കിലും അവിടെ ഈ ഒരു വോൾട്ടേജ് ലെവൽ അപ്പാവുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു മിന്നൽ നടന്നതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള സ്ട്രക്ചറിലേക്ക് ഭയങ്കര ഹൈ കറണ്ടോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വന്ന് അവിടുത്തെ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത് പ്രകാരം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. R1, R2, R3, R4 എന്നാണ്. റിസ്ക് 1, റിസ്ക് 2, റിസ്ക് 4. അപ്പോൾ റിസ്ക് ഓഫ് ലോസ് ഓഫ് പെർമനൻറ്റ് ഇഞ്ചുറി ടു ഹ്യൂമൻ ലൈഫ്, അതായത് ആളുടെ അപായമോ അയാൾക്ക് പരിക്കോ സംഭവിക്കുന്നതാണ് റിസ്ക് 1. റിസ്ക് 2 എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് ലോസ് ഓഫ് സർവീസ് ടു പബ്ലിക്, അതായത് പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർ, മീൻസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സർവീസുകളുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അകത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടുത്തെ കറണ്ടിൻ്റെ സപ്ലൈ നിരക്കിൽ അങ്ങനെ ട്രിപ്പ് ആവില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും. റിസ്ക് ഓഫ് ലോസ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജസ്, ഇപ്പോൾ മിന്നലടിച്ചിട്ട് പല വലിയ പഴയ ചരിത്ര പുരാണ മന്ദിരങ്ങളൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിസ്ക് ഓഫ് ലോസ് ഓഫ് എക്കണോമിക് വാല്യൂ, ചില അല്ലാത്ത സ്ട്രക്ചറുകൾക്കും ഏതെങ്കിലും നമ്മുടെ സാമ്പത്തികപരമായിട്ട് ഉള്ള റവന്യൂ ടവേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക, അതേപോലത്തെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും സ്ട്രക്ചേഴ്സിന്, വലിയ എക്കണോമിക്കൽ സ്ട്രക്ചേഴ്സിനൊക്കെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുക. അങ്ങനെ 4 റിസ്കിലേക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ്റെ ലെവൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ തരംതിരിച്ച കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ 1, 2, 3, 4 ലെവൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ എവിടെയൊക്കെ ഉപയോഗിക്കണേ എന്നുള്ളതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ വെരി റിസ്ക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെരി ഹൈ റിസ്കിൽ 1ഉം ഏറ്റവും ലോ റിസ്കിൽ 4 ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ വരുന്നതാണ് 2ഉം 3ഉം. 1ആണ് ഏറ്റവും ഹൈ റിസ്ക് എന്ന നമ്പർ കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്പർ കുറയുന്നതനുസരിച്ച് റിസ്ക് കുറയുന്നതായിട്ട് മനസ്സിലാക്കുക. ഞാനപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ലെവൽ 1ൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയർ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവുക. ലെവൽ 4ൽ താരതമ്യേന അത്ര പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കാശ് കൂടിയ പണി എന്ന് പറഞ്ഞാൽ ലെവൽ 1 പ്രൊട്ടക്ഷൻ ആയിരിക്കും, കാശ് കുറഞ്ഞത് ലെവൽ 4 ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഫാൾട്ടൊക്കെ സംഭവിക്കുമ്പോൾ, ലൈറ്റ്നിങ് കാരണം ഉണ്ടാകുന്ന ഫാൾട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മിനിമം കറണ്ടുകളുടെ ഒരു റേഞ്ചാണ് കാണിച്ചേക്കുന്നത്. അതായത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏതായിരുന്നു എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ 1ആണ്. ലെവൽ 1ലാണ് ഏറ്റവും കൂടുതൽ സാധ്യത തന്നെ. അവിടെ മാക്സിമം ഒരു 200 കിലോ ആംപിയർ, അത് 200 × 1000, അപ്പോൾ 2 ലക്ഷം ആംപിയർ വരെ ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. മിനിമം ഒരു 3000 ആംപിയർ എങ്കിലും ഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഏറ്റവും കുറഞ്ഞത് 4ാമത്തേന്ന് പറഞ്ഞു. അപ്പോൾ 4ാമത്തേൽ മാക്സിമം ഒരു 1,00,000 ആംപിയർ വരെയും ഫ്ലോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. മിനിമം ഒരു 16,000 ആംപിയറൊക്കെ ചിലപ്പോൾ ഫ്ലോ ചെയ്യാം. നല്ലൊരു കേസാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനും അതിൻ്റെ കറണ്ടുമായിട്ടുള്ള താരതമ്യമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ആ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഒരു ആഴം ഇത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം 2ആയിട്ട് തരംതിരിക്കാം, എക്സ്റ്റേണലും ഇൻറ്റേർണലും. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സ്ട്രക്ചറും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഉള്ള പ്രൊട്ടക്ഷനാണ് അതിൽ വരുന്നതെങ്കിൽ, ഇൻറ്റേർണലിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി എക്സ്റ്റേണൽ തന്നെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഐസൊലേറ്റഡ്, നോൺ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മിന്നൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ ഇപ്പോൾ വലിയൊരു പെട്രോളിയം ടാങ്ക് പോലത്തെ സാധനം, അപ്പോൾ അതൊരു കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കവറിങ്ങൊക്കെയാണ് അതിലുള്ളത്, അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ മെറ്റീരിയലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഉരുകി പോകാൻ സാധ്യതയുള്ള സാധനം. കമ്പസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കാൻ സാധ്യതയുള്ളൊരു സാധനം, ഒരു വുഡൻ ആയിട്ടുള്ളൊരു ഭയങ്കര കൂറ്റൻ
ഒരു പടുകൂട്ടൻ കെട്ടിടമാണെന്നൊക്കെ കരുതുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ലൈറ്റിങ് അടിച്ച ഉടനെ അത് കത്ത് പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം, അതനുസരിച്ചുള്ള കവറിങ് വേണം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഇതിനാണ് ഐസൊലേറ്റഡ് സിസ്റ്റം, എക്സ്റ്റേണലിൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിക്കുന്നത്. കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് അത് ഉപയോഗിക്കുന്നത്. നോൺ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള അല്ലാത്ത സാഹചര്യങ്ങൾ, മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയ ബിൽഡിങ് അത് ആ സ്ട്രക്ചറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ടവർ പോലത്തെ സാധനങ്ങളൊക്കെ, നമ്മുടെ മൊബൈൽ ടവർ പോലത്തെ സാധനങ്ങളെല്ലാം അങ്ങനത്തെ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയില്ല. അപ്പോൾ ഇതിൽ 3 സാധനങ്ങളാണ് ഉള്ളതെന്ന് ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ എയർ ടെർമിനേഷൻ സിസ്റ്റം, ഡൗൺ കണ്ടക്ടർ, എർത്ത് ടെർമിനേഷൻ, ഇതെന്തൊക്കെയാണെന്ന് ഞാൻ അതിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ സിസ്റ്റമായി മാറുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ എയർ ടെർമിനൽ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ മായാവിയുടെ ദണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവനാണ് ഇതിൽ ലൈറ്റ്നിങ് ക്യാച്ച് ചെയ്ത് അതിൻ്റെ ആ കറണ്ടിനെ ക്യാച്ച് ചെയ്തിട്ട് എർത്തിലേക്ക് നമ്മുടെ ഡൗൺ കണ്ടക്ടർ വഴി കടത്തിവിടാൻ സഹായിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് അടി കിട്ടുന്ന ഇവനാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ എയർ ടെർമിനേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ കാണിച്ച ദണ്ട് പോലത്തെ സാധനം അത് റോഡ് ടൈപ്പ് ആണ് മാത്രം. അത് ഇല്ലാണ്ട് നമുക്ക് മെഷായിട്ട് യൂസ് ചെയ്യാം. അതായത് റൂഫിൽ ഇങ്ങനെ നിറയെ അങ്ങോട്ട് തലങ്ങും വിലങ്ങും ഓടിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഈ എയർ ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ എയർ ടെർമിനൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം എയർ ടെർമിനൽസാണ്. ഈ ടൈപ്പുള്ള എയർ ടെർമിനൽസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും മെഷ് പോലെ ഓടിക്കാം. അല്ലെങ്കിൽ ഇതേപോലത്തെ മെഷ്, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻസുലേറ്ററാണ്. ഇതൊരു സ്റ്റീലിൻ്റെ ഒരു സാധനം ഇങ്ങനെ പാരപ്പറ്റിൽ കൂടി ഓടിച്ചേക്കുന്നതാണ്. ഇതൊരു നമ്മുടെ ഒരു വാട്ടർ മെട്രോ ടെർമിനലിൻ്റെ മുകളിലുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇത് ഓടിന് ചുറ്റും അങ്ങനെയൊക്കെ ഫുൾ ഓടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിനെ ഈ രീതിയിലും നമ്മൾ ഇതിനെ എയർ ടെർമിനൽ എന്ന് തന്നെ വിളിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് മെട്രോ പോലത്തെ വാട്ടർ മെട്രോ പോലത്തെ സാധനങ്ങളിലല്ല ഈ ടൈപ്പ് സാധനം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഈ പറഞ്ഞ മായാവിയുടെ ദണ്ട് പോലത്തെ സാധനങ്ങളില്ല. അതായത് ആ എയർ ടെർമിനൽ ഒരു റോഡായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഫുള്ള് മെഷാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു LED ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ റൂഫ് സ്ലാബിൽ ആ പച്ച നിറം പോലെ കാണിച്ചേക്കുന്നത് മെഷ് ചെയ്തേക്കുന്നതാണ്. ഒരു പ്ലാനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇടയിൽ എർത്ത് ബിറ്റും കാണിച്ചേക്കുന്നതാണ്. താഴെ ഈ കാണിച്ചേക്കുന്നതല്ല അതിൻ്റെ എർത്ത് ബിറ്റുകളാണ്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തലങ്ങും വിലങ്ങുമായിട്ട് ഈ മെഷ് ഓടിക്കുന്നതാണ്. ഇതതിൻ്റെ ഓവറോൾ വ്യൂ കാണാം നമുക്ക്. ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂഫ് സ്ലോപ്പിംഗ് റൂഫൊക്കെ ഉണ്ട്. അതിൽ കൂടിയും ഈ ടെർമിനൽസ് ഓടിച്ചിട്ടുണ്ടാവും. ഇതിനെ ഈ പറഞ്ഞ കണ്ടക്ടറാണ്, സ്റ്റീൽ കണ്ടക്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ വയർ സസ്പെൻഡ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. കാൻറ്റിനറി എന്ന് പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സുകളുണ്ട്. അതൊക്കെയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ഗ്രൂപ്പായിട്ടുള്ളതാണെങ്കിലും എല്ലാം ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കണം. കണക്ട് ചെയ്ത് ലാസ്റ്റ് അത് എർത്തിലേക്ക് പോയി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഇൻസ്പെക്ടർ ഡയറിയുടെ ഇതിലും കണ്ടിരുന്നു. ഞാനത് തന്നെ ഒന്നും കൂടി വേറെ ഇതിലെടുത്ത് കാണിക്കണം. അപ്പോൾ മെഷീൻ്റെ ആ സൈസാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ മെഷീൻ്റെ സൈസാണ് മെഷ് സൈസ് M എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്നത്. ഇതൊരു ബിൽഡിംഗ് ആണ്. എൻ്റെ ഒരു 3D വ്യൂ ആണ്. അതിൽ ഡൗൺ കണ്ടക്ടറാണ് താഴത്തേക്ക് പോകുന്നത്.
അതിൻ്റെ ടെർമിനൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു റോഡ് കാണിച്ചേക്കണം. ഇത് റോഡും മെഷും കൂടി ഇടകലങ്ങിയുള്ളൊരു വർക്കാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ താഴെയും അതിൻ്റെ എർത്ത് പിറ്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചേക്കണം. അപ്പോൾ അതിൽ എഴുതിയേക്കുന്നത് ഓരോ ടൈപ്പ് ക്ലാസ്സും അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ റോളിംഗ് സ്പിയർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റോളിംഗ് സ്പിയർ എന്നൊരു സ്പിയറിൻ്റെ പടം, സ്പിയർ എന്ന് വെച്ചൊരു നമ്മുടെ ഭൂഗോളം പോലത്തെ ഒരു സാധനത്തിൻ്റെ പടം കാണിച്ചേക്കണം. അതിൻ്റെ റേഡിയസ് ആർ എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം. അതിപ്പോൾ അതൊരു മെത്തേഡാണ്. ആ ഒരു ഇത്രയും റേഡിയസ് ഉള്ള ഒരു സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ചുറ്റും നമ്മുടെ ബിൽഡിങ്ങിന് ചുറ്റും ഓടിക്കുകയാണെങ്കിൽ എന്തോരം പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ള അങ്ങനെ ആ ഒരു മെത്തേഡാണ്. മെത്തേഡ് ഞാൻ വിശദീകരിക്കുക. അപ്പോൾ ആ റോളിംഗ് സ്പിയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് ഇവിടെ 20, 30, 45, 60 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൂടിയിട്ടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 1 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ റേഡിയസ് കുറവായിരിക്കും. റോളിംഗ് സ്പിയർ മെത്തേഡിൻ്റെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് കുറവായിരിക്കും, 20 മീറ്റർ ആയിരിക്കും. അതിൽ മെഷീൻ്റെ സൈസും 5x5 ആയിരിക്കും. അതായത് ഈ കള്ളി ആക്കിയേക്കണതിൻ്റെ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, 5x5 എന്ന് വെച്ചാൽ കുറേ കള്ളികൾ വേണ്ടി വരും നമുക്ക് ആ ഫുൾ ബിൽഡിംഗ് കവർ ചെയ്യാൻ. നേരെ മറിച്ച് ഏറ്റവും റിസ്ക് കുറഞ്ഞ ക്ലാസ് 4 ആണ്. അതിൽ 60 മീറ്ററിൻ്റെ സ്പിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ മെഷ് 20x20 ആണ്. അപ്പോൾ 20x20 എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇപ്പോൾ ഈ വര കഴിഞ്ഞിട്ട് കുറേ ദൂരം കഴിഞ്ഞിട്ടേക്ക് അടുത്ത വര വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കുറേ മെഷ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. മെഷ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ വല പോലെ വരുന്ന സാധനം. അപ്പോൾ ഇതിലത് കുറേ കാണുന്നുണ്ട്. അത് അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ സൈസ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് ഈ പറയുന്നത്. 5x5 എന്ന് പറയുമ്പോൾ ഏറ്റവും കുനുകുനാന്ന് അടുത്തടുത്ത് തന്നെ ഇരിക്കും. 20 മീറ്ററാണ്. 20 മീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് കൂടും അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെഷിൻ്റെ സൈസ് കൂടും. അപ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ മതി. ആ പ്രൊട്ടക്ഷൻ കുറയുന്നു. അതായത് ബേസിക്കലി അത് ആ റോളിംഗ് സ്പിയർ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കണക്കിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു വലിയൊരു ബോൾ ഉണ്ടെന്ന് കരുതുക. ആ ബോള് നമ്മുടെ ബിൽഡിങ്ങിന് ചുറ്റും ഓടിക്കാൻ പറ്റുവാണ് എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ റോളിംഗ് സ്പിയറിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ച് മെഷീൻ്റെ സൈസും കുറയും. അതായത് കൂടുതൽ മെഷ് അവിടെ വേണ്ടി വരും. അതിന് സൈസ് കൂടുന്നതനുസരിച്ച് മെഷീൻ്റെ ഇത് വ്യത്യാസം വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റോളിംഗ് സ്പിയറിൻ്റെ വൺ ഓഫ് ദ മെത്തേഡ് മാത്രമാണ്. നമുക്ക് പ്രൊട്ടക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, മെഷ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നുമാണ് പല രീതിയിലും നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ ഡിസൈൻ ചെയ്യാൻ വരും. ഈ റോളിംഗ് സ്പിയർ മെത്തേഡ് എല്ലാ കേസുകൾക്കും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് ടൈപ്പ് കേസുകളാണെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ പ്രൊട്ടക്ഷൻ ആംഗിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷേപ്പുള്ള ബിൽഡിങ്ങിനും, മെഷ് മെത്തേഡ് നമ്മുടെ ഒരു പരന്ന ടെറസ് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണ് കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. ഈ റോളിംഗ് സ്പിയർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനമാണ് എല്ലായിടത്തും ഉപയോഗിക്കാൻ അനുയോജ്യം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഡയറിയുടെ ഇതിൽ ആദ്യം നോക്കിയത്. അതിൻ്റെ വിശദമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ആ ടേബിളും മറ്റേ ടേബിളും ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഡയറി പറഞ്ഞതിൻ്റെ ഒരു വേറെ വെർഷൻ തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ മെത്തേഡുകൾ കുറേയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി ഈ വീഡിയോ ഇപ്പോൾ ഓൾറെഡി ഇത്ര ലെങ്ത് ആയ സ്ഥിതിക്ക് നമുക്ക് അത് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം.